Hi, welcome back. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐബ്രോ ഷേപ്പിംഗ് റുട്ടീനാണ് കേട്ടോ. സോ ബേസിക്കലി ഒരു ഈസി മെത്തേഡാണ്, ആർക്കും വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിഗിനേഴ്സിനും ചെയ്യാം, ഇല്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ പോവാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യണം തോന്നിയാൽ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റിയ റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബേസിക്കലി എൻ്റെ ഐബ്രോസ് ഇപ്പോൾ എടുത്തു പോയി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്. എനിക്ക് തോന്നുന്നു 1-2 മാസം ഞാൻ ത്രെഡൊക്കെ ഷേപ്പ് ഞാൻ വെളിയിൽ പോകുമ്പോൾ ത്രെഡ് ചെയ്യാറുണ്ട്. ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പോകണം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാറാണ്. സോ ആ ഒരു റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വായിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്, സപ്പോസ് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊരു ക്രീം യൂസ് ചെയ്താലും കുഴപ്പമില്ല, അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസറോ കാര്യങ്ങളോ കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, ഈ ഒരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂളി വേണം നിങ്ങൾക്ക്. അതായത് നമുക്കിത് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഐബ്രോസ് ഒക്കെ ഇതുപോലെ കോംബ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫേഷ്യൽ റേസർ ആണ്. നിങ്ങൾക്ക് ഏത് ഫേഷ്യൽ റേസർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സിറോണയുടെ ഫേഷ്യൽ റേസർ ആണ് കേട്ടോ. സോ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർസ്, അതായത് അപ്പോ ലിപ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു കുട്ടി കത്രിക വേണം. സോ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഐബ്രോ ഷേപ്പിംഗ് നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ അത്യാവശ്യം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന അലോവേര ജെല്ല് കുറച്ചെടുക്കുക, കുറച്ച് എമൗണ്ട് എടുക്കുക, ഇതിൻ്റെ മീതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഐബ്രോസിൻ്റെ മീതെ. സോ സ്റ്റെപ്പ് നമ്പർ 1 ഡൺ. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള സ്പൂളി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പൂളി എടുത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക മേലോട്ടേക്ക്. സോ നമ്മളിപ്പോൾ മേലോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോംബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഓരോരോ മുടിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കൈ വെച്ച് മേലോട്ടേക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫേഷ്യൽ റേസർ ഇതുപോലെ ചെരിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഓരോരോ മുടിയായിട്ടും തട്ടിക്കളയാം. സോ താഴത്തെ മുടി ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ മേലെ നിന്ന് താഴോട്ടേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. ശേഷം സെയിം ചെറിയ രീതിയിലൊന്ന് പൊന്തിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഷേപ്പിനനുസരിച്ച് നമ്മൾ കൊണ്ടുവന്ന് നിർത്താം. ഇപ്പം ഞാൻ ഒരുപാട് തിക്നെസ് ഒന്നും കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയേ വേണ്ടുള്ളൂ. സോ അതേപോലെ തന്നെ ഈ സൈഡും ചെയ്തേച്ച് വേഗം വരാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയും കോംബ് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ കോംബ് ചെയ്ത പോലെ തന്നെ കോംബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കത്രിക ഒന്ന് ജസ്റ്റ് നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഒരു ലെവലിൽ പ്ലേസ് ചെയ്തതിന് ശേഷം പൊന്തി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. സോ പൊന്തി നിൽക്കുന്ന ഈ ഭാഗത്തുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ഒരു പോർഷൻ ചെയ്യുമ്പോഴല്ലേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ കൈ മാറി പിടിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ മേലെ എത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. സൂക്ഷിച്ച് ഈ പോർഷൻ സൂക്ഷിച്ച് ചെയ്യണം, കാര്യം നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ ഡൺ. സോ ഓൾമോസ്റ്റ് നമ്മളുടെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ തൊട്ടിട്ട് ഈ ഒരു ഏരിയ വരെയുള്ള കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഉള്ളിലത്തെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു പോർഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇങ്ങോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ളത് ക്ലീനായി. അതിനുശേഷം ഈ പോർഷൻ നന്നായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. സോ ഓൾ ഡൺ.
സോ നമ്മുടെ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് വേണ്ട തിക്നെസ്സിൽ നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഡു ട്രൈ ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സപ്പോസ് ഈ ഒരു പ്രോഡക്ട്സിനൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗിവ് അവേയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. സോ താങ്ക് യു.